നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 3 വട്ടം പ്രദക്ഷിണം വയ്ക്കണം. പടിയേറ്റ അനുവാദം കിട്ടാനായി എല്ലാവരും തിരുനടയിൽ നിന്നും ഉള്ളുരുകി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. പടിയേറ്റുകാരി ഒഴികെ ബാക്കിയുള്ളവർ ക്ഷേത്രത്തിന് ഒരു വട്ടം പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വരൂ. ഹലോ. ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ നന്ദിനി എടുത്തുള്ള കയ്യിലായിരിക്കും. അപ്പോൾ ഞാൻ ഒരു മനുഷ്യരുടെയും കണ്ണിപ്പെടാതെ ആദ്യം പോയി കാറിയിരിക്കും. ഓക്കേ. തക്കം നോക്കി ആരും കാണാതെ പതുക്കെ നീ വന്നേക്കണം. ഞാൻ കാറിലുണ്ടാവും. ഗോൾഡൻ ചാൻസ് ആണ്. ഇന്ന് തന്നെ ഇവിടുന്ന് മുങ്ങാം. ശരി. അമ്പലമുറ്റത്ത് നിന്നാണോ ഫോണിൽ സംസാരിക്കുന്നത്? എന്തൊരു മോശം ഇത്. ആരെങ്കിലും കണ്ട വളർത്തി വിട്ടവരുടെ പെടലിക്ക കുറ്റം വീഴുക. സോറി മുത്തശ്ശി. മാലതി, ഇങ്ങ് വന്നേ. എന്താമേ? ദേവസ്വം കൗണ്ടറിൽ ചെന്ന് വേഗം പാൽപായസത്തിന്റെ ചീട്ട് എഴുതിക്ക് ചെല്ലേ. ശരി അമ്മേ. ഇവിടെ ചടങ്ങുകൾ നടക്കുമ്പോ ഇവന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ചേച്ചിക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടോ? ആപത്ത് ഏത് വഴിക്കാ ടിക്കറ്റ് എടുത്ത് വരുന്നതെന്ന് അറിയില്ല. എന്തായാലും മാറിയേക്കാം. ഇവന്തിനാ എന്നെ കാണുമ്പോ മാറി മാറി പോകുന്നേ? ചേച്ചി, നീ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഇത് അമ്പലമല്ലേ? എവിടെയെങ്കിലും ഒക്കെ നടന്നാലെന്താ? നിനക്കെന്തൊരു ടെൻഷൻ പോലെ? ടെൻഷനോ? പരിഭ്രമം. ചേച്ചിക്ക് വെറുതെ തോന്നുക. അല്ല, നിന്റെ മുഖം കണ്ടല്ല അറിയാം. അരവട്ടനെ പോലെ. അരവട്ടനോ? നമ്മുടെ കുടുംബത്തിൽ ആർക്കും പാരമ്പര്യമായിട്ട് വട്ടില്ലല്ലോ. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ കേട്ടോ. അതെ, ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ദാഹിച്ചിട്ട് ഒരു സോഡ നാരങ്ങയോളം കുടിക്കാണ്. അവിടെ പടിയേറ്റ് പൂജ നടക്കല്ലേ? വാ, വന്ന് പ്രാർത്ഥിക്ക്. ചേച്ചി, പടിയേറ്റ് പൂജ നടക്കുന്നിടത്ത് വന്ന് ഞാൻ അയ്യോ പൊന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്തിനാ? അത് നിങ്ങളുടെ കുടുംബകാര്യമല്ലേ? അപ്പൊ നീ ആ കുടുംബത്തിൽ പെട്ടതല്ലേ? ഞാനേ, എനിക്കെന്റെ ചേച്ചിയെ പിരിയിരിക്കാൻ വയ്യാത്തോണ്ട് ചെമ്പകമംഗലത്തൊന്നും നിൽക്കുന്നതല്ലേ. അതെനിക്കറിയാടാ, നിനക്ക് എന്നോടുള്ള സ്നേഹം. അതെ, ചേച്ചി ചെല്ല്. ഞാനേ ഒരു സോഡ നാരങ്ങ കുടിച്ചിട്ട് പെട്ടെന്ന് വരാം. ചെല്ല്. ഞാൻ ചെമ്പകമംഗലത്ത് വന്ന് നിൽക്കുന്നത് മൈഥിലിയും കൊണ്ട് ഒളിച്ചോടാനാണെന്ന സത്യം ചേച്ചിക്കറിയില്ലല്ലോ. ദേവിക്കുള്ള പട്ടുടയാട എവിടെ? അയ്യോ അമ്മേ, പട്ടുടയാട എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്ത് ഉത്തരവാദിത്വ സാവിത്രി നിനക്കുള്ളത്? വളരെ പ്രധാനപ്പെട്ടതല്ലേ ദേവിയുടെ പട്ടുടയാട.
അത് ഉടനെ ഇവിടെ വേണം. മോനെ കാർത്തി, എന്താ അമ്മേ? നീ ഒന്ന് പോയി എടുത്തോണ്ട് വാ. എവിടെ അമ്മ വെച്ചിരിക്കുന്നത്? പൂജാമുറി തന്നെ ഉണ്ട് മോനെ. ശരി, എന്നാ ഞാൻ പോയി വേഗം എടുത്തോണ്ട് വരാം. പോരാ. ചെല്ലേ. ഇത് തന്നെ പറ്റിയ അവസരം. ദൈവമേ, ഇത്തവണെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. എന്റെ ഭഗവാനെ, ഇവരിതെവിടെ പോയി? ഈ തോട്ടൻ അവിടെ പോയി നിൽക്കുവാണോ? അവനൊന്ന് വിളിച്ചു നോക്കിയാലോ? കിട്ടുന്നില്ലല്ലോ. ഇവരിതെവിടെ പോയി? അയ്യോ, വല്യമ്മയുടെ അടുത്ത ചതി, ക്ലീശ അറ്റാക്ക്, എണ്ണ ഒഴിക്കൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.